ഹായ് കൂട്ടുകാരെ, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സംഭവ കഥ കേട്ടാലോ? കുട്ടികളൊക്കെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ചുവന്ന റോസാപ്പൂവ് കുത്തുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നമുക്ക് ആ കഥ ശ്രദ്ധാപൂർവം ശ്രവിക്കാം. ജവഹർലാൽ നെഹ്റുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഒരു വൃദ്ധയായ സ്ത്രീയുണ്ടായിരുന്നു. നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ശേഷം ഒരിക്കൽ ഒരു റോസാപ്പൂവുമായി ആ സ്ത്രീ നെഹ്റുവിനെ ഔദ്യോഗിക വസതിയിൽ കാണാനെത്തി. ആ വൃദ്ധ ഗേറ്റിൻ്റെ കാവൽക്കാരനോട് പറഞ്ഞു, എനിക്ക് ചാച്ചാജിയെ ഒന്ന് കാണണമായിരുന്നല്ലോ. പക്ഷേ ചാച്ചാജിയെ കാണാൻ അയാൾ ആ സ്ത്രീയെ സമ്മതിച്ചില്ല. ഇപ്പോൾ കാണാൻ സാധിക്കില്ലെന്നും പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരാനും അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ നിങ്ങളെ കാണും എന്നും അയാൾ പരുക്കൻ ശബ്ദത്തോടെ സ്ത്രീയോട് പറഞ്ഞു. നിരാശയോടെ ആ സ്ത്രീ അവിടെ നിന്നും മടങ്ങി. അടുത്ത ദിവസം വീണ്ടും ആ സ്ത്രീ നെഹ്റുവിനെ കാണാനെത്തി. ഇന്ന് അദ്ദേഹം തിരക്കിലാണെന്നും അതുകൊണ്ട് കാണാൻ സാധിക്കില്ലെന്നും അയാൾ പറഞ്ഞു. പക്ഷേ നെഹ്റു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നെഹ്റു അയാളോട് പറഞ്ഞു, ഏതാണ് ആ സ്ത്രീ? എന്തിനാണ് അവർ വന്നത്? ഇന്നലെയും അവരെ കണ്ടല്ലോ. നെഹ്റുവിൻ്റെ ചോദ്യത്തിനുത്തരമായി അയാൾ പറഞ്ഞു, അങ്ങയെ കാണണം എന്ന് പറഞ്ഞു വന്നതാണെന്നും അങ്ങ് തിരക്കിലാണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലെന്നും കയ്യിൽ ഒരു റോസാപ്പൂ ഉണ്ടെന്നും പറഞ്ഞു. ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിക്കാൻ ഉദ്യോഗസ്ഥരോട് ചാച്ചാജി പറഞ്ഞു. ആ അമ്മ കടന്നു വന്ന് ചാച്ചാജിക്ക് റോസാപ്പൂവ് നൽകി. അദ്ദേഹം സ്നേഹത്തോടെ അത് മേടിച്ചു. ഇത് ഞാൻ എൻ്റെ കോട്ടിൽ ധരിക്കാം എന്ന് പറഞ്ഞ് നെഹ്റു കോട്ടിൽ ആ റോസാപുഷ്പം അണിഞ്ഞു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ നെഹ്റുവിൻ്റെ പോക്കറ്റിലെ പൂവ് കണ്ട അദ്ദേഹത്തിൻ്റെ തോട്ടക്കാരൻ ചുവന്ന റോസപ്പൂവ് നെഹ്റുവിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പതിവായി നെഹ്റുവിന് ഒരു പൂവ് സമ്മാനിക്കാനും തുടങ്ങി. അന്നു മുതൽ എല്ലാ ദിവസവും ചാച്ചാജി തൻ്റെ കോട്ടിൽ ഒരു റോസാപ്പൂവ് അണിയാൻ തുടങ്ങി. മരിക്കുന്നതുവരെ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ പൂവ് കുത്തുക പതിവായിരുന്നു. ഈ കഥ ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.